അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡോർ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറഞ്ഞപ്പോൾ പലരും ഓൺലൈൻ കോഴ്സ് ആണ് നോക്കുന്നത്. അത് 1.5 ലക്ഷം രൂപയ്ക്ക് ഫീസ് കൊടുത്തതാണ്. ശരിക്കും അത്രയും ഫീസിൻ്റെ വരുന്നില്ല. നമുക്കൊക്കെ 50,000 താഴെയാണ് ഫീസ് വരുന്നുള്ളൂ. അത് ഇതുപോലെ പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കൽ സ്കൂട്ടറിന് ഉപയോഗിക്കുന്ന മിഡ് ഡ്രൈവ് മോട്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് വഴി ബെൽറ്റ് വഴി കൺട്രോൾ ചെയ്താണ് വീലിനെ കൺട്രോൾ ചെയ്യുന്നത്, വീലിൻ്റെ RPM കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹബ് മോട്ടർ ഉണ്ട്. നമ്മൾ വീലിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന മോട്ടറിനെയാണ് ഹബ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം BLDC മോട്ടറാണ്. ഈ BLDC മോട്ടർ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിളിനെ സംബന്ധിച്ച് ഒരു വലിയ ടോപ്പിക്കാണ്. പിന്നെ വേറെ ഏതൊക്കെയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്സുകൾ? പിന്നെ ഇതില് കൺട്രോളറിന്റെ തന്നെ ഡിസൈൻ പാർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ മോട്ടർ വർക്ക് ചെയ്യേണ്ട ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ മോട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഡ് മാത്രമല്ല, ഇത് പല ടെറൈൻസിൽ കൂടെ പോകണം. ഉദാഹരണത്തിന് ഒരു കയറ്റം, ചിലപ്പോൾ കയറ്റം തന്നെ ഓഫ് റോഡിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. പിന്നെ ഓൺ റോഡ് കർവ്സ്, അങ്ങനെ പല പല സിനാരിയോസിൽ ഈ മോട്ടർ പല ചിലപ്പോൾ ടോർക്ക് കൂടുതൽ വരുമ്പോൾ നമുക്ക് ടോർക്ക് കൂടുതൽ വേണം അല്ലെ, സ്പീഡ് കുറവാണ്. അപ്പൊ അതുപോലെ ഒരു ഹൈവേ സ്ട്രേറ്റ് ആയിട്ടുള്ള ഹൈവേയിൽ വരുമ്പോൾ നമുക്ക് ടോർക്ക് കുറവാണെങ്കിൽ സ്പീഡ് ആയിരിക്കും കൂടുതൽ വേണ്ട, RPM കൂടുതൽ വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മറ്റേ IC എഞ്ചിൻസിൽ സാധാരണ നമ്മൾ ബ്രേക്ക് ഷൂ യൂസ് ചെയ്ത് ടയർ സ്റ്റോപ്പ് ചെയ്യണം. മറ്റേ EV-യിലൊക്കെ ആക്സിലേറ്റർ നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അത് ബ്രേക്കിംഗിലേക്ക് പോവുക, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് ആ സിനാരിയോ മനസ്സിലാക്കിക്കൊണ്ട് അതെന്താണ് ഈ ഡ്രൈവർ ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയ സെൻസ് ചെയ്യാനൊക്കെ ഉള്ളത് എല്ലാം കൺട്രോളർ ആയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചാലാണ് ഇതിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. നമ്മൾ കോഴ്സിന്റെ ഇതിന്റെ കൂടെ ഇതിന്റെ സിമുലേഷൻ ഒക്കെ മെറ്റ്ലാബ് സിമുലേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പം മോട്ടർ അത് മോട്ടറിന്റെ ഡിസൈൻ പാർട്ടിലേക്കും ഇറങ്ങി പോവാം വേണമെങ്കിൽ. ഇപ്പോൾ ഈ മോട്ടറിന്റെ ഡിസൈൻ തന്നെ ഇപ്പോൾ ഫർദർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ബെറ്റർ പെർഫോമൻസിന് വേണ്ടി. അപ്പോൾ നമ്മളൊരു മോട്ടർ പുതിയത് ഉണ്ടാക്കിയിട്ട് അത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല നമ്മൾ സിമുലേഷൻ ചെയ്ത് ഇതിനെ മാത്തമാറ്റിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കി അതിനെ സിമുലേറ്റ് ചെയ്ത് ആ മോട്ടർ എത്രത്തോളം ഓരോ ഇൻപുട്സിനും പെർഫോം ചെയ്യുന്നു എന്നെല്ലാം മനസ്സിലാക്കുന്ന ഇതാണ് സോഫ്റ്റ്വെയർ. അതുകൂടാതെ വല്ല സോഫ്റ്റ്വെയർ സിമുലേഷൻ ചെയ്യുന്ന ഇതുണ്ടല്ലേ. എംബഡഡ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് എംബഡഡ് സിസ്റ്റം ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡിസൈൻ പാർട്ടിൽ നമുക്ക് ഇപ്പൊ മാറ്റ്ലാബിൽ സിമുലിംഗ് എന്ന് പറഞ്ഞ ഒരു മോഡൽ, അതിലും ബേസിക്കലി നമ്മൾ മോഡൽസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അത് വെച്ച് ആണ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇത് പ്രോഗ്രാം വഴിയും ചെയ്യാൻ പറ്റും. മീൻസ് യൂസിങ് എംബഡഡ് C പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എൻ്റർ ചെയ്ത് അതേ മോഡലിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൽ വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ. പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ നമുക്ക് ഡീറ്റെയിൽഡ് കോഴ്സിന്റെ ബ്രോഷർ നിങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ അതിന്റെ ബ്രോഷർ അയച്ചുതരാം. അപ്പോൾ അതിന് നമ്മൾ അതിന്റെ ടോപ്പിക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ നമുക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ട്രെയിനിങ് കിറ്റുകളും ഉണ്ട്.